രണ്ട് സംഖ്യകളുടെ തുക 10ഉം ഗുണനഫലം 20ഉം ആയാൽ ആ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക എത്ര? ഇവിടെ രണ്ട് സംഖ്യകളുടെ തുക നൽകിയിട്ടുണ്ട് 10, അതുപോലെ ഈ സംഖ്യകളുടെ ഗുണനഫലം 20ഉം നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ സംഖ്യകളുടെ വ്യുൽക്രമങ്ങളുടെ തുക കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയില്ലാത്ത സംഖ്യകൾ എക്സ് എന്നും വൈ എന്നും എടുക്കാം, എക്സും വൈയും. അങ്ങനെയാണെങ്കിൽ തുക 10 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? എക്സിൻ്റെയും വൈയുടെ തുക എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 10 എന്ന് എടുക്കാം. അതുപോലെ ഗുണനഫലം 20 ആയതുകൊണ്ട് എക്സ് ഇൻറ്റു വൈ അല്ലെങ്കിൽ എക്സ് വൈ സമം 20 എന്നും എടുക്കാം. ഇനി എക്സിൻ്റെ വ്യുൽക്രമം 1/x ആണ്, അതുപോലെ വൈയുടെ വ്യുൽക്രമം 1/y ആണ്. ഈ വ്യുൽക്രമങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതായത് 1/x പ്ലസ് 1/y കണ്ടുപിടിക്കണം. നോക്കുക, ഇത് രണ്ടും ഭിന്നസംഖ്യകളാണ്. ഭിന്നസംഖ്യകൾ ഗുണിക്കണമെങ്കിൽ അവയുടെ ഛേദം തുല്യമാക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ y കൊണ്ട് ഈ അംശമായ ഈ ഒന്നിനെ ഗുണിക്കുന്നു, അതുപോലെ എക്സ് കൊണ്ട് ഇവിടുത്തെ അംശമായ ഒന്നിനെയും ഗുണിക്കുന്നു. കോമൺ ഡിനോമിനേറ്റർ ആയിട്ട് എക്സ് വൈ എഴുതുന്നു. അപ്പോൾ y ഇൻറ്റു 1 y പ്ലസ് എക്സ് ഇൻറ്റു 1 എക്സ് ബൈ കോമൺ ഡിനോമിനേറ്റർ എക്സ് വൈ. വൈ പ്ലസ് എക്സ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈയും തുല്യമാണ്. അതായത് എക്സ് പ്ലസ് വൈ ബൈ എക്സ് വൈ എന്ന് വരും. എക്സ് പ്ലസ് വൈയുടെ വാല്യൂ നമുക്കറിയാം 10, എക്സ് വൈയുടെ വാല്യൂ 20. 10/20 എന്ന് വരും. അംശത്തിലെയും ഛേദത്തിലെ ഓരോ പൂജ്യങ്ങൾ നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 2/1 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട തുക 2/1. ശരി ഉത്തരം ഓപ്ഷൻ എ, 2/1. ഒരു തുക 15% വാർഷിക സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ പലിശയായി 75 രൂപ ലഭിച്ചു എങ്കിൽ നിക്ഷേപ തുക എത്ര? ഇവിടെ ഒരു തുക 15% വാർഷിക സാധാരണ പലിശ നിരക്കിൽ 2 വർഷത്തേക്ക് നിക്ഷേപിച്ചു. 2 വർഷം കൊണ്ട് ലഭിച്ച പലിശ എന്ന് പറയുന്നത് 75 രൂപയാണ്. അങ്ങനെയെങ്കിൽ എത്ര തുകയാണ് നിക്ഷേപിച്ചതെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ സാധാരണ പലിശയാണ്. അത് കണ്ടുപിടിക്കാനുള്ളൊരു സൂത്രവാക്യമുണ്ട്. I സമം PNR. ഇതിൽ I എന്നുള്ളത് ഇൻട്രസ്റ്റ്, 2 വർഷത്തെ ഇൻട്രസ്റ്റ് 75 ആണെന്ന് നൽകിയിട്ടുണ്ട്. P മുതലാണ്, അല്ലെ നിക്ഷേപ തുക, നമുക്ക് കണ്ടുപിടിക്കണം. അതുപോലെ N വർഷങ്ങളുടെ എണ്ണമാണ്, ഇവിടെ 2 വർഷമാണ്, N-ന് 2 എന്ന് കൊടുക്കാം. R പലിശ നിരക്കാണ്, ഇവിടെ 15%. അതിനെ ഭിന്നസംഖ്യാരൂപത്തിൽ എഴുതിയാൽ 100ൽ 15 എന്ന് വരും. ഈ വാല്യൂസ് ഇവിടെ നമുക്ക് കൊടുക്കാം. അപ്പോൾ 75 സമം P ഇൻറ്റു N 2 ഇൻറ്റു R 15/100. നമുക്ക് പിയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. പിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈ ബാക്കിയുള്ള സംഖ്യകളെയൊക്കെ മറുസൈഡിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഛേദത്തിലുള്ള 100 ഇവിടെ അംശത്തിൽ വരും. അപ്പോൾ 75 ഗുണം 100 ബൈ ഈ അംശത്തിൽ കിടക്കുന്ന 2ഉം 15ഉം ഇവിടെ വരുമ്പോൾ ഛേദത്തിലാവും. 2 ഗുണം 15 സമം പി എന്ന് വരും. ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അവർക്ക് 15ൻ്റെ 5 മടങ്ങാണ് 75. അതുകൊണ്ട് 75നെ 15 കൊണ്ട് ഹരിച്ചാൽ 5 എന്ന് കിട്ടും. 2 കൊണ്ട് 100നെ ഹരിച്ചാൽ 50 എന്ന് വരുമല്ലോ. 5 ഗുണം 50, 5 5 25 ആയതുകൊണ്ട് 5 ഗുണം 50 250 വരും. അപ്പോൾ പിയുടെ വാല്യൂ 250 എന്ന് കിട്ടും. നിക്ഷേപത്തുക 250 രൂപയാണ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 180നെ ഏറ്റവും ചെറിയ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും? ഇവിടെ 180നെ ഈ തന്നിരിക്കുന്നതിൽ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും, അല്ലെങ്കിൽ ഒരു എണ്ണൽ സംഖ്യയുടെ വർഗമായി മാറും എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 180നെ ഘടകങ്ങളാക്കി മാറ്റുക എന്നുള്ളതാണ്. 180ൻ്റെ ഘടകങ്ങൾ നമുക്കൊന്ന് നോക്കാം. 180നെ 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 90 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 90ൻ്റെ പകുതി 45. ഇനി നമുക്ക് 5 4 9, 3 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യയാണ്. 45നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 15 എന്ന് വരും. 15നെ വീണ്ടും 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 5 എന്ന് കിട്ടും. അതായത് 180 സമം 2 ഗുണം 2 ഗുണം 3 ഗുണം 3 ഗുണം 5. ഇതാണ് 180. ഇനി ഇതിനെ പൂർണ്ണവർഗമാക്കാൻ ഇത്രയും ശ്രദ്ധിക്കേണ്ട കാര്യം, പൂർണ്ണവർഗ സംഖ്യകളിൽ ഓരോ ഘടകവും ജോഡിയായിട്ടേ കാണുള്ളൂ. ഇവിടെ നോക്കുക, 2 ഒരു ജോഡിയുണ്ട്, 3 ഒരു ജോഡിയുണ്ട്, 5 ഒരു ജോഡിയില്ല, ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഈ 5നെയും കൂടെ ജോഡിയാക്കുകയാണെങ്കിൽ ഇതൊരു പൂർണ്ണവർഗമായി മാറും. അപ്പോൾ 5നെ ജോഡിയാക്കണമെങ്കിൽ ഇതിനെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 180നെ 5 കൊണ്ടും കൂടെ ഗുണിക്കുകയാണെങ്കിൽ അതൊരു പൂർണ്ണവർഗമായി മാറും. അവർക്ക് പൂർണ്ണവർഗ സംഖ്യകളിൽ ഓരോ ഘടകവും ജോഡികളായിട്ടേ ഉണ്ടാവുള്ളൂ. ഇവിടെ 2 ഗുണം 2 ഉണ്ട്, 3 ഗുണം 3 ഉണ്ട്. അതുപോലെ 5 ഗുണം 5ഉം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു പൂർണ്ണവർഗമാവുള്ളൂ.
അങ്ങനെ 5 ഗുണം 5 ഉണ്ടാകണമെങ്കിൽ ഈ 180നെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇവിടെ ഗുണിക്കേണ്ട സംഖ്യ 5 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി. ഒരു പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണം. ഒരു കുട്ടി 200 മാർക്ക് നേടി, എന്നാൽ 40 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. പരീക്ഷയുടെ പരമാവധി മാർക്ക് എത്ര? ഒരു പരീക്ഷയിൽ 40% മാർക്ക് നേടിയാലേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു കുട്ടിക്ക് 200 മാർക്ക് കിട്ടി, പക്ഷേ 40 മാർക്കിൻ്റെ കുറവിൽ ആ കുട്ടി പരാജയപ്പെട്ടു. അപ്പോൾ പരീക്ഷയുടെ പരമാവധി മാർക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കുക, കുട്ടിക്ക് 200 മാർക്ക് കിട്ടി, പക്ഷേ 40 മാർക്കിൻ്റെ കുറവിൽ പരാജയപ്പെട്ടു. അതായത് 200ൻ്റെ കൂടെ ഒരു 40 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ ആ കുട്ടി വിജയിക്കുമായിരുന്നു. അതായത് 240 മാർക്ക് നേടിയിരുന്നെങ്കിൽ കുട്ടി വിജയിക്കുമായിരുന്നു. അപ്പോൾ പരീക്ഷയിൽ ജയിക്കാൻ വേണ്ട മിനിമം മാർക്ക് എന്നുള്ളത് 240 ആണ്. ഇവിടെ പരീക്ഷയിൽ വിജയിക്കാൻ 40% മാർക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 40% മാർക്ക് എന്നുള്ളത് 240ന് തുല്യമാണ്. ആകെ മാർക്കിൻ്റെ 40% എന്നുള്ളത് 240ന് തുല്യമാണ്. അപ്പോൾ ആകെ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? 40% 240 ആണെങ്കിൽ 10% എത്ര വരും? 240ൻ്റെ 4 ഭാഗം, അതായത് 60 എന്ന് വരും. അപ്പോൾ 10% 60 ആണെങ്കിൽ 10% എന്ന് പറഞ്ഞാൽ 10 ഭാഗം. ആകെ മാർക്കിൻ്റെ 10 ഭാഗം 60 ആണ്. അപ്പോൾ ആകെ മാർക്ക് എന്ന് പറയുന്നത് 60ൻ്റെ 10 ഇരട്ടിയാണ്. 60 ഗുണം 10 അഥവാ 600 വരും. മറ്റൊരു രീതിയിലും ചെയ്യാം. ആകെ മാർക്ക് എക്സ് എന്ന് എടുക്കുകയാണെങ്കിൽ ഈ എക്സിൻ്റെ 40%ആണ് 240. അതായത് എക്സ് ഗുണം 100ൽ 40 സമം 240 എന്ന് കാണാം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഈ 100ൽ 40നെ വലതുവശത്തേക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ വിൽക്രമം എഴുതണം. അതായത് 240 ഗുണം 40ൽ 100 എന്ന് വരും. 100ൽ 40ൻ്റെ വിൽക്രമം 40ൽ 100. നമുക്ക് ഈ 2 പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്യാം. 24നെ 4 കൊണ്ട് ഹരിച്ചാൽ 6. 6 ഗുണം 100 600. ഏത് രീതിയിൽ കണ്ടു കഴിഞ്ഞാലും ഉത്തരം 600 ആണ്. അതായത് ആകെ മാർക്ക് 600 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ സി 600. 9 2 സ്ക്വയർ അധികം 10 2 സ്ക്വയർ സമൻ ഡാഷ്. നമുക്കിവിടെ 9 2 സ്ക്വയർ അധികം 10 2 സ്ക്വയർ കാണണം. അപ്പോൾ ഈ രണ്ട് സംഖ്യകളും ഇപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ രൂപത്തിലാണ്. അപ്പോൾ സ്ക്വയർ കാണാനായിട്ട് നമുക്ക് ഇവയുടെ ഒന്ന് രൂപമാറ്റം വരുത്താം. അതായത് 9 കൊണ്ട് ഛേദമായ 2നെ ഗുണിക്കുക. 9 2 18. അതിനോട് അംശമായ 1 കൂട്ടുന്നു 19. 19 അംശമായിട്ട് എഴുതുക, ഛേദമായിട്ട് 2 തന്നെ. അപ്പോൾ 2ൽ 19 സ്ക്വയർ അധികം, ഇവിടെയും ഇതേ രീതിയിൽ ചെയ്യുക. 10 2 20, 1 21. 21/2 സ്ക്വയർ. ഇത് 19 സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ 4 ആണല്ലോ. 19 സ്ക്വയർ ബൈ 4 പ്ലസ് 21 സ്ക്വയർ ബൈ 4 എന്ന് വരും. ഛേദം തുല്യമാണ്, അതുകൊണ്ട് അംശങ്ങൾ തമ്മിൽ നമുക്ക് കൂട്ടാം. അംശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ 19ൻ്റെ സ്ക്വയർ 361 ആണ്. 361 പ്ലസ് 21ൻ്റെ സ്ക്വയർ 441 ബൈ 4 എന്ന് വരും. ഈ 361ഉം 441ഉം കൂടെ കൂട്ടിയാൽ 802 വരും. 802 ബൈ 4. നമുക്ക് അംശവും ഛേദവും 2ൻ്റെ ഗുണിതങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് 2 ഉപയോഗിച്ച് ഹരിച്ച് സിംപ്ലിഫൈ ചെയ്യാം. 802നെ 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 401. ഛേദത്തിനെ 2 കൊണ്ട് ഹരിച്ചാൽ 2. 401/2 വരും. ഒന്നുകിൽ 401നെ 2 കൊണ്ട് ഹരിക്കുക എന്നിട്ട് ഉത്തരത്തിലെത്തുക, അല്ലെങ്കിൽ ഇത് ഈ രൂപത്തിൽ എഴുതിയാൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഉത്തരം കാണാം. അതായത് 401 എന്ന് പറഞ്ഞാൽ 400 പ്ലസ് 1 ആണ്. 400 പ്ലസ് 1/2. അത് നമുക്ക് 400/2 പ്ലസ് 1/2 എന്ന് എഴുതാം. 400ൻ്റെ പകുതി എത്രയാണ്? 200. അപ്പോൾ 200 പ്ലസ് 2/1 എന്ന് വരും. അല്ലെങ്കിൽ 200ഉം 2/1 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 200ഉം 2/1. 1 പവൻ സ്വർണത്തിന് 50,000 രൂപയാണ് വില. സ്വർണ്ണവിലയുടെ 6% പണിക്കൂലി. ഒരു കട പണിക്കൂലിയിൽ 20% കിഴിവ് നൽകുന്നു. ഇവിടെ നിന്ന് 1 പവനുള്ള വള വാങ്ങാൻ എത്ര രൂപ നൽകണം? അപ്പോൾ 1 പവൻ സ്വർണത്തിൻ്റെ വില 50,000 രൂപയാണ്. ഈ സ്വർണ്ണവിലയുടെ 6% പണിക്കൂലിയായിട്ട് ഈടാക്കും. ഒരു കടക്കാർ പണിക്കൂലിയിൽ 20% കിഴിവ് നൽകുന്നുണ്ട്. അവിടെ നിന്ന് 1 പവനുള്ള വള വാങ്ങാൻ എത്ര രൂപ നൽകണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അവർക്ക് വളയുടെ ഭാരം 1 പവനാണ്. ആ 1 പവൻ സ്വർണത്തിൻ്റെ വില 50,000 രൂപ. അപ്പോൾ വളയ്ക്ക് സ്വർണത്തിന് മാത്രമായിട്ട് 50,000 രൂപ ചിലവാകും. ഇനി ഇതിൻ്റെ കൂടെ ഇതിൻ്റെ പണിക്കൂലി കൂടെ കൂട്ടണം. 6% പണിക്കൂലി. 50,000ൻ്റെ 6% പണിക്കൂലി. 50,000 ഗുണം 100ൽ 6.
പൂജ്യങ്ങൾ ക്യാൻസൽ ചെയ്തു. 500 ഗുണം 6 എന്ന് പറഞ്ഞാൽ 3000 രൂപ വരും. അപ്പോൾ 3000 രൂപയാണ് നോർമൽ പണിക്കൂലി. പക്ഷേ ഈ കടക്കാർ 20% കിഴിവ് നൽകും. അതായത് 3000-ൻ്റെ 20% ഡിസ്കൗണ്ട് നൽകും. 3000-ൻ്റെ 10% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 10-ലൊരു ഭാഗമാണ്. അതായത് 300 രൂപ വരും. 3000-ൻ്റെ 10% 300 അപ്പോൾ 20% കാണാനായിട്ട് 300-ൻ്റെ ഇരട്ടി എടുത്താൽ മതി. അതായത് 600 രൂപ. അപ്പോൾ ഈ കടക്കാർ പണിക്കൂലിയിൽ 600 രൂപയുടെ ഡിസ്കൗണ്ട് കൊടുക്കും. അപ്പോൾ 3000-ൽ നിന്നും 600 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര വരും? 2400 രൂപ. അപ്പോൾ ഈ കടയിൽ ഒരു പവൻ സ്വർണ്ണത്തിന് 2400 രൂപ പണിക്കൂലിയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ സ്വർണ്ണവിലയായ 50,000-ഉം അതിൻ്റെ കൂടെ 2400 രൂപ പണിക്കൂലിയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പവനുള്ള വള വാങ്ങാം. 50,000 പ്ലസ് 2400 52,400 രൂപയാകും ഒരു പവൻ വള വാങ്ങാനുള്ള തുക. ശരി ഉത്തരം ഓപ്ഷൻ ബി 52,400. വൃത്താകൃതിയിലുള്ള ഒരു ക്ലോക്കിൽ സമയം 7:20 ആയിരിക്കുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എന്താണ്? ഇവിടെ ഒരു ക്ലോക്കിലെ സമയം 7:20 ആകുമ്പോൾ അതിലെ മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോൺ അളവ് എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. തന്നിരിക്കുന്ന സമയത്തിലെ മണിക്കൂറിനെ 60 കൊണ്ടും മിനിറ്റിനെ 11 കൊണ്ടും ഗുണിക്കുക. 7 ഗുണം 6 42 അപ്പോൾ 7 ഗുണം 60 420 വരും. 11 2 22 ആയതുകൊണ്ട് 11 ഗുണം 20 220 വരും. ഈ ഗുണനഫലങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പകുതി എടുത്താൽ നമുക്ക് കോണളവ് കിട്ടും. അപ്പോൾ വ്യത്യാസം കാണാനായിട്ട് 420-ൽ നിന്നും 220 കുറയ്ക്കാം. കുറച്ച് കഴിയുമ്പോൾ 200 എന്ന് കിട്ടും. 200-ൻ്റെ പകുതി 100. 100 ഡിഗ്രിയാണ് സൂചികൾക്കിടയിലെ കോണളവ്. ശരി ഉത്തരം ഓപ്ഷൻ ഡി. 10 ആളുകൾ 15 ദിവസം കൊണ്ട് ഒരു കുളം കുഴിക്കുമെങ്കിൽ 8 ആളുകൾ ഇതേ ജോലി പൂർത്തിയാക്കാൻ എത്ര ദിവസം എടുക്കും? ഇവിടെ 10 ആളുകൾക്ക് ഒരു കുളം പൂർത്തിയാക്കാനായിട്ട് 15 ദിവസം വേണം. 10 ആളുകൾക്ക് പണി പൂർത്തിയാക്കാൻ 15 ദിവസം വേണം. അങ്ങനെയെങ്കിൽ 8 ആളുകളാണെങ്കിൽ ഈ ജോലി എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 8 ആളുകളാണെങ്കിൽ എക്സ് ദിവസങ്ങൾ കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും എന്നെഴുതാം. അങ്ങനെയെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, ഇത്തരം ചോദ്യങ്ങളിൽ ആളുകളുടെ എണ്ണവും ദിവസങ്ങളുടെ എണ്ണവും തമ്മിലുള്ള ഗുണനഫലം എപ്പോഴും തുല്യമായിരിക്കും. അതായത് 10 ഗുണം 15-ഉം 8 ഗുണം എക്സും തുല്യമായിരിക്കും. നമുക്കത് ഒരു ഇക്വേഷനായിട്ട് എഴുതിയാൽ 8 ഗുണം എക്സ് 8x സമം 10 ഗുണം 15 എന്ന് എഴുതാം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഈ 10 ഗുണം 15-നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. 10 ഗുണം 15/8 എന്നാവും. 10-നെയും 8-നെയും 2 ഉപയോഗിച്ച് ഹരിക്കാം. അപ്പോൾ ഇവിടെ 5-ഉം ഇവിടെ 4-ഉം വരും. 15 5 75. അപ്പോൾ 75/4 എന്ന് വരും. 75-നെ 4 കൊണ്ട് ഹരിക്കുക. 75-നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 7-ൽ ഒരു തവണ 1 4 4 കുറയ്ക്കുന്നു. 35-ൽ 8 4 32 ശിഷ്ടം 3 വരും. അപ്പോൾ 18-ഉം പിന്നെ ശിഷ്ടം 3 ഉള്ളതുകൊണ്ട് 4-ൽ 3. അപ്പോൾ ഉത്തരം 18-ഉം 3/4 എന്ന് വരും. അല്ലെങ്കിൽ 18-ഉം 4-ൽ 3 ദിവസം. ശരി ഉത്തരം ഓപ്ഷൻ സി 18-ഉം 4-ൽ 3. 2 ടാങ്കുകളിൽ 850 ലിറ്റർ 680 ലിറ്റർ വീതം മണ്ണെണ്ണ നിറച്ചിരിക്കുന്നു. ഈ 2 ടാങ്കുകളിലെയും മണ്ണെണ്ണ കൃത്യമായി അളക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എത്രയാണ്? ഇപ്പോൾ 2 ടാങ്കുകളിൽ അതിൽ ഒരു ടാങ്കിൽ 850 ലിറ്ററും രണ്ടാമത്തെ ടാങ്കിൽ 680 ലിറ്ററും മണ്ണെണ്ണ നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ടാങ്കുകളിലെയും മണ്ണെണ്ണ കൃത്യമായി അളക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓർക്കുക, ഈ 2 ടാങ്കുകളിലെയും മണ്ണെണ്ണ കൃത്യമായിട്ട് അളക്കാൻ സാധിക്കണമെങ്കിൽ നമ്മളെടുക്കുന്ന അളവ് പാത്രത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് ഈ 850-നെയും 680-നെയും ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ ആയിരിക്കണം. ഇനി അങ്ങനെയുള്ള ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 850-നെയും 680-നെയും ഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായത് 850-ൻ്റെയും 680-ൻ്റെയും ഉസാഖ അഥവാ HCF കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പോൾ നമുക്ക് 850-ൻ്റെയും 680-ൻ്റെയും ഉസാഖ കണ്ടുപിടിക്കാം. ഉസാഖ അല്ലെങ്കിൽ HCF. അപ്പോൾ പൊതുഘടകങ്ങൾ രണ്ടിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യകളെ എടുക്കാൻ പറ്റുള്ളൂ. നോക്കുക, 850-നെയും 680-നെയും 10 കൊണ്ട് ഹരിക്കാം. അതുകൊണ്ട് നമുക്ക് 10 ആദ്യം അങ്ങ് എടുക്കാം. അപ്പോൾ ഇവിടെ 85-ഉം ഇവിടെ 68-ഉം വരും. ഈ 85-നെയും 68-നെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇനിയുള്ളത് 17 മാത്രമാണ്. 85-നെ 17 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5-ഉം കിട്ടും. 68-നെ 17 കൊണ്ട് ഹരിച്ചാൽ 4-ഉം കിട്ടും.
അപ്പോൾ HCF അഥവാ ഉസാഖ കിട്ടാനായിട്ട് ഈ 10ഉം 17ഉം തമ്മിൽ ഗുണിക്കുക. 10 ഗുണം 17 സമം 170 വരും. അപ്പോൾ ഇവയുടെ ഉസാഖ 170 അതുകൊണ്ട് ഈ രണ്ട് പാത്രങ്ങളിലെയും മണ്ണെണ്ണ കൃത്യമായിട്ട് അളക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പാത്രത്തിൻ്റെ അളവ് 170 ലിറ്റർ ആയിരിക്കും. ശരി ഉത്തരം ഓപ്ഷൻ ബി 170 ലിറ്റർ. ഒരു പരീക്ഷയിൽ 20 കുട്ടികൾക്ക് ലഭിച്ച മാർക്കുകളുടെ ശരാശരി 34 ആയിരുന്നു. ഇതിൽ 6 കുട്ടികൾക്ക് 1 മാർക്ക് വീതവും 4 പേർക്ക് 3 മാർക്ക് വീതവും കൂട്ടി നൽകി. എങ്കിൽ പുതിയ ശരാശരി എത്ര? ഇവിടെ ഒരു പരീക്ഷയിൽ 20 കുട്ടികൾക്ക് ലഭിച്ച ശരാശരി മാർക്ക് 34. ഇതിലെ 6 കുട്ടികൾക്ക് 1 മാർക്ക് വീതവും 4 പേർക്ക് 3 മാർക്ക് വീതവും കൂട്ടി നൽകി. അങ്ങനെയെങ്കിൽ പുതിയ ശരാശരി കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ കുട്ടികളുടെ എണ്ണത്തിന് മാറ്റമില്ല, അത് 20 തന്നെയാണ്. ആ കാര്യം ഓർക്കുക. കുട്ടികളുടെ എണ്ണത്തിന് മാറ്റമില്ലാത്തതുകൊണ്ട് പുതിയ ശരാശരി കണ്ടുപിടിക്കാൻ നമുക്കൊരു എളുപ്പ മാർഗ്ഗം ഉപയോഗിക്കാം. ആകെ എത്ര മാർക്കാണ് കൂട്ടി നൽകിയതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 6 കുട്ടികൾക്ക് 1 മാർക്ക് വീതമാണ് കൂട്ടി നൽകിയത്. അപ്പോൾ അത് 6 ഗുണം 1 6 മാർക്ക് വരും. 4 പേർക്ക് 3 മാർക്ക് വീതം കൂട്ടി നൽകി. അത് 4 ഗുണം 3 12. ഈ 12 6 കൂടെ കൂട്ടുമ്പോൾ 18. അപ്പോൾ ആകെ 18 മാർക്കാണ് കൂട്ടി നൽകിയത്. ഈ 18നെ കുട്ടികളുടെ എണ്ണമായി 20 കൊണ്ട് ഹരിച്ച് ആ ഹരിച്ച് കിട്ടുന്ന സംഖ്യ പഴയ ശരാശരിയോട് കൂട്ടിയാൽ നമുക്ക് പുതിയ ശരാശരി കിട്ടും. അപ്പോൾ നമുക്ക് 18നെ 20 കൊണ്ട് ഹരിക്കാം. 18നെ 20 കൊണ്ട് ഹരിക്കാൻ 2 ഉപയോഗിച്ച് ഹരിച്ച് സിംപ്ലിഫൈ ചെയ്യാമല്ലോ. അപ്പോൾ 9/10 എന്ന് വരും. അതിനെ നമുക്ക് ദശാംശമാക്കി എഴുതിയാൽ 0.9. അപ്പോൾ 34നോടുകൂടി 0.9 കൂട്ടിയാൽ മതി. അതായത് 34.9 എന്ന് വരും. ഇതാണ് പുതിയ ശരാശരി. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ 34.9. ഒരു സംഖ്യയോട് 10.5 കൂട്ടി 8.05 കുറച്ചാൽ 7 കിട്ടും. ഏതാണ് ആ സംഖ്യ? നമുക്കിവിടെ ഒരു സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയില്ലാത്ത ആ സംഖ്യ നമുക്ക് എക്സ് എന്ന് എടുക്കാം. അങ്ങനെയെങ്കിൽ ഈ എക്സിനോട് 10.5 കൂട്ടി 8.05 കുറച്ചാൽ 7 കിട്ടും എന്നെടുക്കുക. അപ്പോൾ 10.5 കൂട്ടണമെങ്കിൽ എക്സ് പ്ലസ് 10.5 മൈനസ് അതിൽ നിന്ന് 8.05 കുറയ്ക്കേണ്ടത്. മൈനസ് 8.05 സമം 7. ഇങ്ങനെയൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാക്കി നമുക്കിതിനെ മാറ്റാം. സംഖ്യയോട് 10.5 കൂട്ടി അതിൽ നിന്ന് 8.05 കുറച്ചാൽ 7 കിട്ടുമെന്ന്. നമുക്ക് ഈ സംഖ്യ അതല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനായിട്ട് ഈ 10.5നെയും 8.05നെയും മറുസൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് സമം 7 നോക്കുക 8.05 ഇവിടെ നെഗറ്റീവാണ്, അത് മറുസൈഡിൽ ചെല്ലുമ്പോൾ പോസിറ്റീവ് ആവും. അപ്പോൾ 7 പ്ലസ് 8.05 ഇവിടുത്തെ പ്ലസ് 10.5 വലതുവശത്ത് ചെല്ലുമ്പോൾ നെഗറ്റീവ് ആവും. മൈനസ് 10.5 എന്ന് വരും. അപ്പോൾ 7ഉം 8.05 കൂടെ നമുക്ക് ആദ്യം കൂട്ടാം. 7നോട് കൂടി 8.05 കൂട്ടാനായിട്ട് നമുക്ക് സൗകര്യത്തിനായിട്ട് 7.00 എന്ന് എഴുതാം. പ്ലസ് 8.05 ഇവിടെ ഡെസിമൽ പോയിൻ്റ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വേണം എഴുതാൻ. കൂട്ടുന്നു 5 0 8 7 15. അപ്പോൾ ഇത് 15.05 എന്ന് വരും. അതിൽ നിന്നും 10.5 നമുക്ക് കുറയ്ക്കണം. അപ്പോൾ ഇതിൽ നിന്നും 10.5 കുറയ്ക്കുക. അപ്പോൾ സൗകര്യത്തിനായിട്ട് ഇവിടെ ഒരു 0 കൂടെ ചേർക്കാം. ഇനി കുറയ്ക്കുക. .55 നമുക്ക് ഉത്തരം കിട്ടും. 4.55. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി 4.55. 1 1 5 17 61 -773 2753. ഇവിടെ ഒരു നമ്പർ സീക്വൻസ് നൽകിയിട്ടുണ്ട്. ഈ സീക്വൻസിൽ ഡാഷിൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ സംഖ്യകൾ തമ്മിലുള്ള ബന്ധം ഒന്ന് നോക്കണം. നമുക്ക് ആദ്യത്തെ 2 സംഖ്യകൾ 1ഉം 1ഉമാണ്. മൂന്നാമത്തെ സംഖ്യ കിട്ടാനായിട്ട് ഈ രണ്ടാമത്തെ സംഖ്യ അതിനെ 3 കൊണ്ട് ഗുണിക്കുന്നു. അപ്പോൾ എന്തുവരും? 1 ഗുണം 3 പ്ലസ് അതിന് പുറകിലുള്ള സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുന്നു. 2 1 ഗുണം 2 ഒരു 3 3 പ്ലസ് ഒരു 2 2 3 2 കൂടെ കൂട്ടുമ്പോൾ 5. അപ്പോൾ 5-ലെത്തി. ഇനി അടുത്ത സംഖ്യ കാണാനോ? ഈ 5നെ 3 കൊണ്ട് ഗുണിക്കുക പ്ലസ് അതിന് പുറകിലുള്ള സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക.
15 പ്ലസ് 2 എന്ന് വരും, അതായത് 17 അടുത്തത് കിട്ടാൻ 17നെ 3 കൊണ്ട് ഗുണിക്കുക, ഈ 5നെ 2 കൊണ്ട് ഗുണിക്കുക. 17 ഗുണം 3 പ്ലസ് 5 ഗുണം 2, 17 3 51 പ്ലസ് 10 61 അപ്പോൾ അടുത്ത സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? 61നെ 3 കൊണ്ട് ഗുണിക്കണം, പ്ലസ് അതിന് പുറകിലുള്ള സംഖ്യ 2 കൊണ്ട്. 17 ഗുണം 2 183 പ്ലസ് 34 എന്ന് വരും, സമയം 217. അപ്പോൾ ഡാഷിൻ്റെ സ്ഥാനത്ത് വരേണ്ട സംഖ്യ 217. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി 217 ഉപയോഗിച്ച് നമുക്ക് 773 കിട്ടുമെന്ന് നോക്കാം. അതിനായിട്ട് 217നെ 3 കൊണ്ട് ഗുണിക്കുക. 217 ഗുണം 3 പ്ലസ് 61 ഗുണം 2. 217നെ 3 കൊണ്ട് ഗുണിച്ചാൽ 651 പ്ലസ് 61 ഗുണം 2 122 3 7 7 773 തന്നെ കിട്ടും. ഇനി 773 നിന്ന് 2753 എത്താനായിട്ട് 773നെ 3 കൊണ്ട് ഗുണിക്കുക, അതോടൊപ്പം 217നെ 2 കൊണ്ട് ഗുണിക്കുക. ഇത് തമ്മിൽ കൂട്ടിയാൽ 2753 കിട്ടും. ഏതായാലും ശരി ഉത്തരം ഓപ്ഷൻ ബി 217. രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം 27:64 ആയാൽ അവയുടെ പരപ്പളവുകളുടെ അംശബന്ധം എത്ര? ഇവിടെ രണ്ട് ഗോളങ്ങളുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം നൽകിയിട്ടുണ്ട് 27:64. നമുക്ക് അവയുടെ പരപ്പളവുകളുടെ അംശബന്ധം കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. രണ്ട് ഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 6:6 ആണെന്ന് കരുതുക. സ്മോൾ ആറും ക്യാപിറ്റൽ ആറുമാണ്, 6:6 ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം A1:A2 സമം R²:R² ആയിരിക്കും. അതുപോലെ അവയുടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം R³ ആയിരിക്കും. ഓർക്കുക, രണ്ട് ഗോളങ്ങളുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 6:6 ആണെങ്കിൽ അവയുടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം R²:R²ഉം വ്യാപ്തം അഥവാ വോളിയംസ് തമ്മിലുള്ള അംശബന്ധം R³ ആയിരിക്കും. ഇവിടെ വ്യാപ്തങ്ങൾ തമ്മിലുള്ള അംശബന്ധം നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് R³ ആണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അതാണ് 27:64 എന്ന് നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് 6:6 എത്രയെന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതാം. അതായത് R³ സമം 27/64 എന്ന് വരും. അവർക്ക് 27 എന്ന് പറഞ്ഞാൽ 3ൻ്റെ ക്യൂബാണ്. 3 തവണ ആവർത്തിച്ച് ഗുണിച്ചാൽ 27 കിട്ടും. അതുപോലെ 64 4ൻ്റെ ക്യൂബാണ്. അപ്പോൾ R³ സമം 3³/4³ എന്ന് വരും. അല്ലെങ്കിൽ R/R സമം 3/4 എന്ന് കിട്ടും. രണ്ട് സൈഡിലും ക്യൂബ് റൂട്ട് എടുത്താൽ മതി. ഇനി നമുക്കിവിടെ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം അതായത് R²:R² ആണ് കാണുന്നത്. അതിനായിട്ട് R²/R² കാണണം. R²/R² സമം രണ്ട് വശത്തും സ്ക്വയർ ചെയ്താൽ മതി. 3ൻ്റെ സ്ക്വയർ 9/4ൻ്റെ സ്ക്വയർ 16. അപ്പോൾ R²:R² സമം 9:16 എന്ന് വരും. സമം 9:16 ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി 9:16. ഒരു ഹൈവേയിലെ എ, ബി എന്നീ രണ്ട് സ്ഥലങ്ങൾക്കിടയിലുള്ള അകലം 100 കിലോമീറ്ററാണ്. എയിൽ നിന്നും ബിയിൽ നിന്നും ഓരോ കാറുകൾ ഒരേ സമയത്ത് യാത്ര ആരംഭിക്കുന്നു. ഈ കാറുകൾ ഒരേ ദിശയിൽ സഞ്ചരിച്ചാൽ 5 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടുമുട്ടും. എയിൽ നിന്നുള്ള കാർ ബിയിലേക്കും ബിയിൽ നിന്നുള്ള കാർ എയിലേക്കും സഞ്ചരിച്ചാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ കണ്ടുമുട്ടും. എങ്കിൽ കാറുകളുടെ വേഗത എത്ര? നോക്കുക, ഒരു ഹൈവേ. ഈ ഹൈവേയിലെ രണ്ട് സ്ഥലങ്ങളാണ് എയും ബിയും. ഇതിനിടയിലുള്ള അകലം 100 കിലോമീറ്റർ. എയിൽ നിന്നും ബിയിൽ നിന്നും ഓരോ കാറുകൾ ഒരേ സമയം യാത്ര ആരംഭിക്കുന്നു. അപ്പോൾ ഒരേ ദിശയിലാണ് യാത്ര ചെയ്യുന്നതെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ 5 മണിക്കൂർ കഴിയുമ്പോൾ ഇവ കണ്ടുമുട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് 5 മണിക്കൂർ കഴിയുമ്പോൾ ഇവ ഒരേ പോയിന്റിലെത്തും. 5 മണിക്കൂർ. എയിൽ നിന്നുള്ള കാർ ബിയിലേക്കും ബിയിൽ നിന്നുള്ള കാർ എയിലേക്കുമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ഇവ പരസ്പരം കണ്ടുമുട്ടാൻ 1 മണിക്കൂർ മതി. അതായത് 1 മണിക്കൂർ സമയം കഴിയുമ്പോൾ ഇവ ഒരേ പോയിന്റിലെത്തും. അങ്ങനെയെങ്കിൽ ഈ കാറുകളുടെ വേഗത എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് എയിൽ നിന്നുള്ള കാറിൻ്റെ വേഗത x km/മണിക്കൂർ എന്ന് എടുക്കാം. അതായത് 1 മണിക്കൂറിൽ ഈ കാർ x കിലോമീറ്റർ സഞ്ചരിക്കും. ബിയിൽ നിന്നുള്ള കാറിൻ്റെ വേഗത y km/മണിക്കൂർ എന്ന് എടുക്കാം. അതായത് 1 മണിക്കൂറിൽ ഈ കാർ y കിലോമീറ്ററാണ് സഞ്ചരിക്കുക.
ഇനി ഇവിടെ നോക്കുക, 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ രണ്ട് കാറുകളും പരസ്പരം കണ്ടുമുട്ടും എന്ന് പറയുന്നുണ്ട്. അതായത് 1 മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് കാറുകളും ഒരേ പോയിന്റിലെത്തും. 1 മണിക്കൂർ കഴിയുമ്പോൾ രണ്ട് കാറുകളും ഒരേ പോയിന്റിൽ എത്തണമെങ്കിൽ ഈ രണ്ട് കാറുകളും 1 മണിക്കൂർ കൊണ്ട് സഞ്ചരിച്ച ദൂരങ്ങളുടെ തുക എന്ന് പറയുന്നത് എയ്ക്കും ബിക്കും ഇടയിലുള്ള അകലമായിരിക്കണം. ഓർക്കുക, 1 മണിക്കൂർ കഴിയുമ്പോൾ ഈ രണ്ട് കാറുകളും ഒരേ പോയിന്റിൽ എത്തണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ഈ രണ്ട് കാറുകളും സഞ്ചരിച്ച ദൂരങ്ങളുടെ തുക എന്ന് പറയുന്നത് ഈ എയ്ക്കും ബിക്കും ഇടയിലുള്ള അകലത്തിന് തുല്യമായിരിക്കണം. അതായത് 100 കിലോമീറ്ററിന് തുല്യമായിരിക്കണം. എയിൽ നിന്നുള്ള കാർ 1 മണിക്കൂറിൽ എക്സ് കിലോമീറ്ററും ബിയിൽ നിന്നുള്ള കാർ 1 മണിക്കൂറിൽ വൈ കിലോമീറ്ററുമാണ് സഞ്ചരിക്കുക. അതുകൊണ്ട് എക്സും വൈയും കൂടെ കൂട്ടിയാൽ 100 കിലോമീറ്ററിന് തുല്യമായിരിക്കണം. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 100 എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എക്സ് വേഗതയാണ് എയിൽ നിന്നുള്ള കാറിൻ്റെ വേഗത, വൈ ബിയിൽ നിന്നുള്ള കാറിൻ്റെ വേഗതയും. അപ്പോൾ വേഗതകളുടെ തുക 100 ആയിരിക്കണം. നമുക്കൊരു ഇക്വേഷനായി. ഇനി നമുക്ക് ഈ 5 മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരവുമായി ബന്ധപ്പെടുത്തി മറ്റൊരു ഇക്വേഷൻ കൂടെ രൂപീകരിക്കാം. നോക്കുക, എയിൽ നിന്നുള്ള കാർ 1 മണിക്കൂറിൽ എക്സ് കിലോമീറ്ററാണ് സഞ്ചരിക്കുക. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് അത് സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 5x കിലോമീറ്റർ ആയിരിക്കും. അതുപോലെ ബിയിൽ നിന്നുള്ള കാർ 1 മണിക്കൂറിൽ വൈ കിലോമീറ്ററാണ് സഞ്ചരിക്കുക. അപ്പോൾ 5 മണിക്കൂർ കൊണ്ട് 5y കിലോമീറ്റർ സഞ്ചരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസാണ് 5x കിലോമീറ്റർ. ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് 5y കിലോമീറ്റർ. ഈ ഡിസ്റ്റൻസ് എത്ര വരും? ഈ ഡിസ്റ്റൻസ് 100 ആണല്ലോ. അപ്പോൾ ഈ ദൂരം എന്ന് പറയുന്നത് 100 കിലോമീറ്ററാണ്. 100 കിലോമീറ്റർ. അപ്പോൾ ഈ ബാലൻസ് ഉള്ള ഈ ദൂരം എത്രയായിരിക്കും? മൊത്തം 5x ആണ്. അതിൽ നിന്ന് 100 കുറച്ചാൽ 5x മൈനസ് 100 എന്ന് വരും. ഇത് 5x മൈനസ് 100 ആണ് ഈ ഡിസ്റ്റൻസ്. ഈ 5x മൈനസ് 100ഉം ഈ താഴെ തന്നിരിക്കുന്ന 5y തുല്യമായിരിക്കണം. എന്നാലേ ഇവ ഒരേ പോയിന്റിലെത്തുള്ളൂ. അപ്പോൾ 5x മൈനസ് 100 5yയോട് തുല്യമാണെന്ന് നമുക്കെടുക്കാം. നമുക്കതൊരു ഇക്വേഷനായിട്ട് രൂപീകരിക്കാം. 5x മൈനസ് 100 സമം 5y എന്ന് വരും. ഈ 5yയെ ഇടതുവശത്തേക്കും 100നെ വലതുവശത്തേക്കും കൊണ്ടുപോവുക. അപ്പോൾ 5x മൈനസ് 5y, 5y ഇടത്തോട്ട് വരുമ്പോൾ മൈനസ് 5y സമം മൈനസ് 100 ഇവിടെ വരുമ്പോൾ പ്ലസ് 100. ഇതെല്ലാം 5 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യകളാണ്. എല്ലാത്തിനെയും 5 കൊണ്ട് ഹരിക്കുക. അപ്പോൾ x മൈനസ് y സമം 100നെ 5 കൊണ്ട് ഹരിച്ചാൽ 20 എന്ന് കിട്ടും. അതായത് വേഗതകളുടെ വ്യത്യാസം 20ഉമാണ്. അപ്പോൾ വേഗതകളുടെ തുക 100ഉം വേഗതകളുടെ വ്യത്യാസം 20ഉം. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിലൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. നോക്കുക, ഇവിടെ 50ഉം 40ഉമാണ്. തുക 100 വരുന്നില്ല, തുക 90 ഉള്ളൂ. അതുകൊണ്ട് ഇത് ഉത്തരമാവില്ല. ഇവിടെ 70ഉം 30ഉം കൂടെ കൂട്ടിയാൽ 100 വരും. അപ്പോൾ തുക 100 വരും. പക്ഷേ വ്യത്യാസം 70ൽ നിന്ന് 30 കുറച്ചാൽ 40ആണ്. വ്യത്യാസം 20 അല്ല വരുന്നത്. അതുകൊണ്ട് ഇത് ഉത്തരമാവില്ല. 40ഉം 30ഉം കൂടെ കൂട്ടിയാൽ 100 ആവില്ല. അതുകൊണ്ട് ഇത് ഉത്തരമാവില്ല. ഇവിടെ 60ഉം 40ഉം കൂടെ കൂട്ടിയാൽ 100 കിട്ടും. 60ൽ നിന്ന് 40 കുറച്ചാൽ 20ഉം കിട്ടും. അപ്പോൾ തുക 100ഉം വ്യത്യാസം 20ഉം വരും. അതുകൊണ്ട് ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 60 കിലോമീറ്റർ പെർ മണിക്കൂർ 40 കിലോമീറ്റർ പെർ മണിക്കൂർ. x² + 4x - 5 = 0 എന്ന സമവാക്യത്തിൻ്റെ പരിഹാരങ്ങളേവ. ഇവിടെ തന്നിരിക്കുന്ന സമവാക്യം നോക്കുക. x² + 4x - 5 = 0. ഇതൊരു രണ്ടാംകൃതി സമവാക്യം അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കാണാനായിട്ട് നമുക്കൊരു സൂത്രവാക്യമുണ്ട്. x = -b ± √b² - 4ac/2a. ഈ സൂത്രവാക്യം ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. അതിനകത്ത് a എന്ന് പറയുന്നത് x² കോഎഫിഷ്യൻ്റാണ്, അത് 1 വരും. b എക്സിൻ്റെ കോഎഫിഷ്യൻ്റാണ്, ഇവിടെ 4. c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് ടേമാണ്, ഇവിടെ -5 എന്ന് എടുക്കുക. ഈ വാല്യൂസ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ -b അതായത് -4 ± √b² 4² -4 × 1 × -5 2 × 1 എന്ന് വരും. ഈക്വൽ ടു -4 ± √4ൻ്റെ സ്ക്വയർ 16. നോക്കാം, -4 × 1 × -5. ഈ മൈനസും കൂടെ പ്ലസ് ആവും. 4 × 1 4, 4 × 5 20/2 എന്ന് വരും. സമം -4 ± √36/2 സമം -4 ± 36ൻ്റെ സ്ക്വയർ റൂട്ട് 6 /2. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടും. ഒന്ന് x = -4 + 6/2. -4 + 6
പോസിറ്റീവും നെഗറ്റീവും കൂടെ കൂട്ടാൻ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സിമ്പൽ കൊടുക്കുക. അപ്പോൾ 6ൽ നിന്ന് 4 കുറയ്ക്കുക, അപ്പോൾ 2 വരും. വലുത് പോസിറ്റീവാണ്, അതുകൊണ്ട് +2/2 സമം 1 എന്ന് വരും. എക്സിന് കിട്ടിയ ഒരു വാല്യൂ 1. കൂടാതെ എക്സിന് ഒരു വാല്യൂവും കൂടെ കിട്ടും. എക്സ് ഈക്വൽ ടു -4 -6/2. -4 -6 -10 വരും. -10/2 അതായത് -5. അപ്പോൾ എക്സിന് കിട്ടുന്ന രണ്ട് വാല്യൂസ് 1ഉം -5ഉമാണ്. അതായത് ഇതിൻ്റെ പരിഹാരങ്ങൾ 1ഉം -5ഉമാണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഇനി ഇത് ഈ സൂത്രവാക്യം ഉപയോഗിക്കാതെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് x² + 4x - 5 = 0. ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. കൂട്ടിയാൽ +4ഉം ഗുണിച്ചാൽ -5ഉം കിട്ടുന്ന രണ്ട് സംഖ്യകൾ എടുക്കണം. കൂട്ടിയാൽ +4ഉം ഗുണിച്ചാൽ -5ഉം കിട്ടുന്ന രണ്ട് സംഖ്യകൾ. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ വരാം. അപ്പോൾ കൂട്ടിയാൽ +4ഉം ഗുണിച്ചാൽ -5ഉം. അപ്പോൾ വരാവുന്ന രണ്ട് സംഖ്യകൾ ഇതൊക്കെയാണ്. 5ഉം -1 -1. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 5ഉം -1ഉം കൂടെ കൂട്ടിയാൽ +4 കിട്ടും. 5 × -1 -5ഉമാണ്. അപ്പോൾ ഈ രണ്ട് സംഖ്യകൾ എടുക്കുക. അതിനുശേഷം ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നത് ഇങ്ങനെയാണ്: x + 5 × x - 1 0 എന്ന് ഇതിനെ നമുക്ക് ഘടകങ്ങളാക്കി എഴുതാം. ഇനി ഇതിലെ ഓരോ ഘടകത്തിനെയും 0ത്തോട് ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടും. അതായത് x + 5 0 എന്നെടുത്തു കഴിഞ്ഞാൽ x = 5 ഇങ്ങോട്ട് വരുമല്ലോ, -5 ആയിരിക്കും. അതുപോലെ x - 1 0 ആയാൽ x = 1 വലതുവശത്ത് ചെല്ലുമ്പോൾ +1, x = 1 എന്ന് കിട്ടും. അപ്പോൾ ഈ രീതിയിൽ -5 1 എന്ന് നമുക്ക് വാല്യൂസ് കിട്ടും. ഏത് രീതിയിലാണെങ്കിലും ഒരേ ഉത്തരം തന്നെയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ 1 - 5.